നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കിസാൻ സമ്മാന നിധിയുടെ പുതിയ ഗഡു ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം എന്നുള്ള ഒരു ന്യൂസിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അടുത്ത ഗഡു ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ രേഖകൾ, ഇൻഷുറൻസ് പോലുള്ള എന്തൊക്കെയോ കാർഡ് എടുക്കണം എന്നൊക്കെ ഒരു റൂമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അടുത്തുള്ള അക്ഷയയിൽ പോയി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള വിവരമാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. കാരണം ഇതുപോലത്തുള്ള ഒരുപാട് ആൾക്കാർ ഇത് ഓർത്തിട്ട് ഇതൊരു വരുമാനമായിട്ട് കണ്ട് നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആശങ്കയാണ് ഇനി പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും ഇനി നമ്മൾ അക്ഷയയിലോട്ട് പോകണോ, ഇത് അപേക്ഷിക്കണോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇപ്പം നല്ല കാശുകാർക്ക് അല്ലെങ്കിൽ അതിനൊരു വരുമാനം ഉള്ളവർക്ക് അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് മാത്രം, ഈ പെൻഷൻ നോക്കിയിരിക്കുന്ന പോലെ ഈ തുക മാത്രം നോക്കിയിരിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി തോന്നുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും പുസ്തക സംബന്ധമായ നമ്മുടെ മലയാളം നോവൽസിനെ കുറിച്ചുള്ള റിവ്യൂസ്, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള കൊച്ചു കൊച്ചു അറിവുകളെല്ലാം ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് അന്വേഷിച്ചിരുന്നു. അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് ഇപ്രാവശ്യത്തെ ഗഡു അതുപോലെ വരാനാണ് സാധ്യത. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്ഷയ സെൻറ്ററിലേക്ക് പോയി അതിൻ്റെ റീസൺ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം പുതിയ അപേക്ഷ കൊടുക്കുകയോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും KYC ചെയ്യാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത്, അത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.